സ്ഥിരതാമസമാക്കിയ മലയാളി പ്രവാസികൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ യുഎസിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുമ്പോൾ ഏറ്റവും കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടുന്ന ഒന്നാണ് യുഎസ് ഫാമിലി സ്പോൺസേഡ് ഇമിഗ്രേഷൻ വിസ സംവിധാനത്തെക്കുറിച്ച്. എന്നാൽ പലപ്പോഴും അപൂർണമായ വിവരങ്ങളും ഇമിഗ്രേഷൻ നിയമങ്ങളിലെ സങ്കീർണതകളും കാരണം വർഷങ്ങളുടെ കാലതാമസവും പെറ്റീഷൻ നിരസിക്കപ്പെടുന്ന സാഹചര്യങ്ങളും നിരവധി ആളുകൾക്ക് നേരിടേണ്ടി വരാറുണ്ട്. അമേരിക്കൻ പൗരത്വമുള്ളവർക്കും ഗ്രീൻ കാർഡ് ഉടമകളും തങ്ങളുടെ കുടുംബാംഗങ്ങളെ എങ്ങനെ നിയമപരമായി സ്പോൺസർ ചെയ്യാം, ഏതെല്ലാം വിസ കാറ്റഗറികളാണ് നിലവിലുള്ളത്, അപേക്ഷാ പ്രോസസ്സിംഗ് ഘട്ടങ്ങൾ ഏതൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എന്നിവയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അമേരിക്കൻ ഇമിഗ്രേഷൻ നിയമം അനുസരിച്ച് കുടുംബാംഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഗ്രീൻ കാർഡ് അപേക്ഷകളെ പ്രധാനമായും രണ്ട് വലിയ വിഭാഗങ്ങളായാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് ഇമ്മീഡിയറ്റ് റിലേറ്റീവ് അഥവാ ഉറ്റ ബന്ധുക്കളുടെ വിഭാഗമാണ്. രണ്ടാമത്തേത് വാർഷിക വിസ പരിധിയുള്ള ഫാമിലി പ്രിഫറൻസ് കാറ്റഗറികളാണ്. ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കുകയാണ് അപേക്ഷ നൽകുന്നതിന് മുൻപുള്ള ആദ്യഘട്ടം. ഇമ്മീഡിയറ്റ് റിലേറ്റീവ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്ക് വാർഷിക വിസ കോട്ടകളോ നീണ്ട കാത്തിരിപ്പ് പട്ടികയോ ബാധകമല്ല. അതുകൊണ്ട് തന്നെ USCIS അപേക്ഷകൾ പ്രോസസ് ചെയ്ത് കഴിയുന്ന മുറയ്ക്ക് ഇവരുടെ ഗ്രീൻ കാർഡ് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും. 21 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള അമേരിക്കൻ പൗരന്മാർക്ക് തങ്ങളുടെ പങ്കാളി, 21 വയസ്സിന് താഴെയുള്ള അവിവാഹിതരായ മക്കൾ, സ്വന്തം മാതാപിതാക്കൾ എന്നിവരെയാണ് ഇമ്മീഡിയറ്റ് റിലേറ്റീവ് വിഭാഗത്തിൽ സ്പോൺസർ ചെയ്യാൻ സാധിക്കുന്നത്. ഗ്രീൻ കാർഡ് ഉടമകൾക്ക് തങ്ങളുടെ മാതാപിതാക്കളെ സ്പോൺസർ ചെയ്യാൻ സാധിക്കില്ല എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അവർ ആദ്യം അമേരിക്കൻ പൗരത്വം നേടേണ്ടതുണ്ട്. രണ്ടാമത്തെ വിഭാഗമായ ഫാമിലി പ്രിഫറൻസ് കാറ്റഗറിയിൽ വരുന്ന അപേക്ഷകർക്ക് US ഗവൺമെന്റ് ഓരോ വർഷവും നിശ്ചിത കോട്ട നിശ്ചയിച്ചിട്ടുണ്ട്. അതിനാൽ ഈ വിഭാഗത്തിലുള്ളവർക്ക് വിസ ബുള്ളറ്റിനിലെ പ്രയോറിറ്റി ഡേറ്റ് അനുസരിച്ചുള്ള നീണ്ട കാത്തിരിപ്പ് ആവശ്യമായി വരും. ഇതിൽ F1 കാറ്റഗറി US പൗരന്മാരുടെ 21 വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതരായ മക്കൾക്കുള്ളതാണ്. F2A കാറ്റഗറി ഗ്രീൻ കാർഡ് ഉടമകളുടെ പങ്കാളികൾക്കും 21 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുമായി നീക്കിവച്ചിരിക്കുന്നു. F2B വിഭാഗം ഗ്രീൻ കാർഡ് ഉടമകളുടെ 21 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ മക്കളാണ്. US പൗരന്മാരുടെ വിവാഹിതരായ മക്കൾക്ക് F3 വിസയും പൗരന്മാരുടെ സഹോദരന്മാർക്ക് F4 വിസ വഴിയും അപേക്ഷ സമർപ്പിക്കാം. ഇതിൽ F3, F4 കാറ്റഗറികളിൽ ഇന്ത്യയിൽ നിന്നുള്ള അപേക്ഷകർക്ക് വർഷങ്ങളുടെ വിസ ബാക്ക്ലോഗുകൾ നേരിടേണ്ടി വരാറുണ്ട്. കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയുള്ള ഗ്രീൻ കാർഡ് അപേക്ഷാ നടപടികൾ ആരംഭിക്കുന്നത് ഫോം I-130 പെറ്റീഷൻ ഫോർ ഏലിയൻ റിലേറ്റീവ് ഫയൽ ചെയ്യുന്നതിലൂടെയാണ്. സ്പോൺസർ ചെയ്യുന്ന വ്യക്തി തങ്ങളുടെ US പൗരത്വമോ ഗ്രീൻ കാർഡ് പദവിയോ തെളിയിക്കുന്ന രേഖകളും അപേക്ഷകനുമായുള്ള ബന്ധം വ്യക്തമാക്കുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ് എന്നിവയും USCIS മുന്നിൽ ഹാജരാക്കണം. നിങ്ങളുടെ അപേക്ഷകൻ നിലവിൽ USനുള്ളിൽ നിയമപരമായ വിസയിൽ കഴിയുന്ന വ്യക്തിയാണെങ്കിൽ ഫോം I-130 ഫോമിനൊപ്പം അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ് ഫോം I-485 ഒന്നിച്ച് സമർപ്പിക്കുന്ന കൺകറന്റ് ഫയലിംഗ് രീതി പ്രയോജനപ്പെടുത്താം. എന്നാൽ അപേക്ഷകർ ഇന്ത്യയിലോ മറ്റു വിദേശ രാജ്യങ്ങളിലോ ആണ് ഉള്ളതെങ്കിൽ I-130 അംഗീകരിക്കപ്പെട്ട ശേഷം ഫയൽ നാഷണൽ വിസ സെന്റർ അഥവാ NVCയിലേക്ക് മാറ്റപ്പെടുകയും തുടർന്ന് കോൺസുലാർ പ്രോസസ്സിംഗ് വഴി DS-260 ഫോം സമർപ്പിച്ച് വിസ ഇന്റർവ്യൂ പൂർത്തിയാക്കുകയും വേണം. അപേക്ഷയിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഫോം I-864 അഫിഡവിറ്റ് ഓഫ് സപ്പോർട്ട്. അമേരിക്കയിലേക്ക് എത്തുന്ന കുടുംബാംഗം ഭാവിയിൽ ഗവൺമെന്റ് ആനുകൂല്യങ്ങളെ ആശ്രയിക്കുന്ന പബ്ലിക് ചാർജായി മാറില്ല എന്ന് ഉറപ്പുവരുത്താൻ സ്പോൺസർ ചെയ്യുന്ന വ്യക്തി നിർബന്ധമായും ഫെഡറൽ പ്രോവർട്ടി ഗൈഡ് ലൈൻസിന്റെ 125% വരുമാനം കാണിക്കേണ്ടതുണ്ട്. സ്പോൺസറുടെ വരുമാനം അപൂർണമാണെങ്കിൽ കുടുംബാംഗങ്ങളുടെ സ്വത്തുക്കളോ ഒരു ജോയിന്റ് സ്പോൺസറെയോ ഉൾപ്പെടുത്താൻ നിയമപരമായ അവകാശമുണ്ട്. കൂടാതെ അപേക്ഷാ നടപടികൾ നീളുന്നതിനിടയിൽ കുട്ടിയുടെ പ്രായം 21 വയസ്സ് കവിയുന്ന സാഹചര്യം ഒഴിവാക്കാൻ ചൈൽഡ് സ്റ്റേറ്റസ് പ്രൊട്ടക്ഷൻ ആക്ട് അഥവാ CSPA ആനുകൂല്യം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. USCISന്റെ പുതിയ വിസ ഫയലിംഗ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് രേഖകളിലെയും പേരുകളിലെയും ചെറിയ തെറ്റുകൾ പോലും RFE അഥവാ റിക്വസ്റ്റ് ഫോർ എവിഡൻസ് വരാനും മാസങ്ങളുടെ കാലതാമസത്തിനും കാരണമായേക്കാം. ഔദ്യോഗിക ഇമിഗ്രേഷൻ ഫോമുകൾ കൃത്യമായി പൂരിപ്പിക്കുകയും നിങ്ങളുടെ പ്രയോറിറ്റി തീയതികൾ പ്രതിമാസ വിസ ബുള്ളറ്റിൻ വഴി കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്യുന്നത് കുടുംബാംഗങ്ങളെ വേഗത്തിൽ അമേരിക്കയിൽ എത്തിക്കാൻ സഹായിക്കും. എല്ലാ മാസവും US സ്റ്റേറ്റ് ഗവൺമെന്റ് അപേക്ഷകർക്കായി വിസ ബുള്ളറ്റിൻ അവതരിപ്പിക്കും. ഈ വിസ ബുള്ളറ്റിൻ മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങളുടെ അപേക്ഷ എപ്പോൾ പ്രോസസ് ചെയ്യാൻ സാധിക്കുമെന്നതിനെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കും.
ഇമിഗ്രേഷൻ വാർത്തകൾ സംബന്ധിച്ച സംശയങ്ങൾ താഴെ കമന്റായി ചോദിക്കുക. കൂടുതൽ വാർത്തകൾക്കായി ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.